ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഡ് വെച്ച് നമ്മൾ കണ്ടു, ഞാൻ എഴുതണം, ഐ ഷുഡ് റൈറ്റ്. അപ്പൊ ഷുഡ് വെച്ചാല് നന്ന് കിട്ടും. ഐ ഷുഡ് റൈറ്റ് എന്ന് വെച്ചാല് ഞാൻ എഴുതണം. മലയാളത്തിൽ ഇതിന്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കും? ഞാൻ എഴുതണോ, ഞാൻ വരണോ, അവൻ എഴുതണോ, ഞങ്ങൾ എഴുതണോ, അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ചോദ്യമായിട്ട് അല്ലേ. പക്ഷെ ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല. അവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഷുഡ് കൊണ്ടുവന്ന് മുന്നിലിടും. ഷുഡ് കൊണ്ടുവന്ന് ഐയുടെ മുന്നിലിട്ടാല് അത് ചോദ്യം. ഷുഡ് ഐ റൈറ്റ് and ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതുമ്പോൾ ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഈ വാചകം ചോദ്യമാക്കുന്നത്. ഞാൻ എഴുതണം ചോദ്യം, ഞാൻ എഴുതണോ. ഇംഗ്ലീഷിൽ ഐ ഷുഡ് റൈറ്റ് ചോദ്യം, ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്. ഇവിടെയും ബേസ് ഫോം ആണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ ഷുഡ് മുമ്പിൽ കൊണ്ടുവന്നിട്ടാല് നമുക്ക് ചോദ്യം കിട്ടും. ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ. ഷുഡ് ഐ ഗോ, ഞാൻ പോകണോ. ഷുഡ് ഐ സിറ്റ്, ഞാൻ ഇരിക്കണോ. ഷുഡ് ഐ സ്ലീപ്, ഞാൻ ഉറങ്ങണോ. ഷുഡ് ഐ സ്റ്റഡി, ഞാൻ പഠിക്കണോ. ഞാൻ വരണോ. ഷുഡ് ഐ കം, ഷുഡ് ഐ കം. ഷുഡ് ഐ ഹെൽപ്പ്, ഞാൻ സഹായിക്കണോ. നമുക്ക് ഏത് വെർബിന്റെ ഭാഗം ഇവിടെ വയ്ക്കാം. ബേസ് ഫോം വയ്ക്കാം. ബേസ് ഫോം കണ്ടു, പോവുക, വരിക എന്നൊക്കെ പറഞ്ഞ് ഡിക്ഷണറി കാണുന്നതാണ് ബേസ് ഫോം. ഗോ, പോവുക. ആ ഗോ എന്ന് പറയുന്നതാണ് എന്ത്? ബേസ് ഫോം. അത് വെച്ചാൽ മതി. അപ്പോ നമ്മള് ഈ വാചകത്തിന് ക്വസ്റ്റ്യൻ ആക്കുന്നത് ഷുഡ് മുന്നിൽ കൊണ്ടുവന്നിട്ടാണ്. എല്ലാം അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ ചെയ്യുന്നത്. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടും. നമ്മളിപ്പോ ഈ വാചകത്തില് ഞാൻ എഴുതണം, എഴുതണം എന്നുള്ളത് നമുക്ക് മലയാളത്തില് ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ രണ്ട് വാക്കാണ്. ഷുഡ് റൈറ്റ്. എന്താണ്? രണ്ട് വാക്കുകൾ, ഷുഡും റൈറ്റ്. ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോഴാണ് അതിന്റെ അർത്ഥം എന്താകുന്നത്? എഴുതണം എന്നാകുന്നത്. വെറുതെ റൈറ്റ് എന്ന് പറഞ്ഞാല് എഴുതുക, എഴുതുക, അതാണ് ബേസ് ഫോം. പക്ഷെ അതിന്റെ മുമ്പിൽ ഷുഡ് വെച്ചാല് എഴുതണം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ ഷുഡ് കൊണ്ടുവന്ന് മുമ്പിലിടുക. ഇനി ഇതെല്ലാം അതുപോലെ പറയാൻ പറ്റുവേ. ഷുഡ് വി റൈറ്റ്, ഷുഡ് വി റൈറ്റ്, ഞങ്ങൾ എഴുതണോ അല്ലെങ്കിൽ നമ്മൾ എഴുതണോ. ഷുഡ് വി റൈറ്റ്. ഷുഡ് വി ഗോ, നമ്മൾ പോകണോ, ഞങ്ങൾ പോകണോ. ഷുഡ് വി സിറ്റ്, ഞങ്ങൾ ഇരിക്കണോ, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കണോ. ഷുഡ് വി സിറ്റ് നൗ, ഷുഡ് വി സിറ്റ് നൗ. അപ്പോ ഷുഡ് വി സ്ലീപ്, ഞങ്ങൾ ഉറങ്ങണോ. ഷുഡ് വി സ്റ്റഡി, ഞങ്ങൾ പഠിക്കണോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കണോ. ഇനി യു അതുപോലെ തന്നെയാണ് അല്ലെ. യു ഷുഡ് റൈറ്റ്, നീ എഴുതണം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഷുഡ് മുമ്പിൽ കൊണ്ടുവന്നിടുക. ഷുഡ് യു റൈറ്റ്, നീ എഴുതണോ. ഷുഡ് യു ഗോ, നീ പോകണോ. ഷുഡ് യു സിറ്റ്, നീ ഇരിക്കണോ അല്ലെ നിങ്ങൾ ഇരിക്കണോ, താങ്കൾ ഇരിക്കണോ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. ഷുഡ് യു സ്ലീപ്, നീ ഉറങ്ങണോ. ഷുഡ് യു സ്റ്റഡി, നീ പഠിക്കണോ. അപ്പൊ ചോദ്യമാണ്. ഇനി ഹി അല്ലെ. ഹീക്ക് നമുക്ക് പല വാക്കുകൾ മലയാളത്തിലുണ്ട്. അവൻ, അയാൾ, അദ്ദേഹം, ഇതൊക്കെ ഇംഗ്ലീഷിൽ ഒറ്റ വാക്കാണ്. ഹി എന്ന് മാത്രമേ പറയുള്ളൂ. ഷുഡ് ഹി റൈറ്റ്, അവൻ എഴുതണോ. ഷുഡ് ഹി റൈറ്റ്, അവൻ എഴുതണോ. ഷുഡ് ഹി ഗോ, അവൻ പോകണോ. ഷുഡ് ഹി സിറ്റ്, ഷുഡ് ഹി സിറ്റ്, അവൻ ഇരിക്കണോ. ഷുഡ് ഷീ സ്ലീപ്, ഷുഡ് ഹി സ്ലീപ്, അവൻ ഉറങ്ങണോ. ഷുഡ് ഹി സ്റ്റഡി, അവൻ പഠിക്കണോ. ഇങ്ങനെ ഷീ അല്ലെ. ഷീ എന്ന് വെച്ചാല് അവൾ. ഷുഡ് ഷീ റൈറ്റ്, അവൾ എഴുതണോ. ഷുഡ് ഷീ റൈറ്റ്, അവൾ എഴുതണോ. ഷുഡ് ഷീ ഗോ, അവൾ പോകണോ. ഷുഡ് ഷീ ഗോ ടുഡേ, ഇന്ന് അവൾ പോകണോ. ഷുഡ് ഷീ ഗോ ടുഡേ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ദൂരം വാചകങ്ങൾ പറയാൻ പറ്റും ഷുഡ് വെച്ച് മാത്രമിട്ട്. ഷുഡ് ഷീ സിറ്റ്, അവൾ ഇരിക്കണോ. ഷുഡ് ഷീ സ്റ്റഡി, അവൾ പഠിക്കണോ. ഷുഡ് ഷീ സ്ലീപ്, അവൾ ഉറങ്ങണോ. ഇതെന്ന് വെച്ചാല് അവർ അല്ലെങ്കിൽ ഇവർ അല്ലെ, അതിനും പറയാൻ പറ്റും. ഷുഡ് ദേ റൈറ്റ്, അവർ എഴുതണം. ഷുഡ് ദേ റൈറ്റ്, അവർ എഴുതണോ. ഷുഡ് ദേ ഗോ, അവർ പോകണോ. ഷുഡ് ദേ സിറ്റ്, അവർ ഇരിക്കണോ. ഷുഡ് ദേ സ്ലീപ്, അവർ ഉറങ്ങണോ. ഷുഡ് ദേ സ്റ്റഡി, അവർ പഠിക്കണോ. ഇതാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. ചോദ്യം ഉണ്ടാക്കുന്നത് ഷുഡ് കൊണ്ടുവന്ന് മുമ്പിലിട്ടാല് ചോദ്യം. എല്ലാ വാചകങ്ങളും ചോദ്യവാചകങ്ങൾ ഇംഗ്ലീഷുകാർ അങ്ങനെ ഉണ്ടാക്കുന്നത്. എങ്ങനെ? വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുമ്പിലിടും. അതാണ് അവരുടെ ഭാഷയിൽ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ
ഞാൻ എഴുതണം, ഞാൻ എഴുതണോ, അങ്ങനെ ചോദിക്കും. അവൻ വരണം, അവൻ വരണോ, അങ്ങനെ നമ്മൾ ചോദ്യം ഉണ്ടാക്കും. ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല, ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ആവർത്തിച്ച് പഠിച്ചാൽ നമുക്ക് ധാരാളം വാചകങ്ങൾ പറയാൻ പറ്റും.